ടീമായിട്ട് ഒത്തരമായിട്ട് കളിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നമുക്കൊരു ടീം ഓപ്പോസിറ്റ് വരികയാണ്, ഫൈനലാണ്. ആ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും വേണം. ടീം വിൻ ചെയ്യണം. ഇതുവരെ പ്രഷർ ഇല്ലാതെ കളിച്ചു, അതല്ല ഇനി. ഓക്കെ, പ്രഷറിന്റെ ആവശ്യമില്ല, പക്ഷെ റെസ്പോൺസിബിലിറ്റി. റഫറി ഇൻസിഡന്റ് കണ്ടാണ് എല്ലാവരും. ആ ഇൻസിഡന്റ് നമുക്ക് അനുകൂലമാക്കി എടുക്കണം. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ഡിഫൻസ് അല്ല നമ്മളത്, അറ്റാക്കാണ്. സ്കോർ ഉണ്ടാക്കിക്കണ അറ്റാക്കിനാണ്. സോ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ, അറ്റാക്കേഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാം. അത് ഡിഫൻസ് വാളായിട്ട് നിൽക്കുന്ന കാര്യം ഇതിലില്ല. കാരണം ഓരോ ടീമിനേക്കാൾ ബെറ്റർ അറ്റാക്കേഴ്സ് നമുക്കുള്ളത്. അതുകൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. സ്കോറിൽ മാറ്റം തന്നത് വർമ്മ മാറും. റീപ്ലേസ് ആയിട്ട് അൻവർ സ്റ്റോപ്പറിലേക്ക് വരും. ഒരു വിങ്ങിലേക്ക് അബി ഇൻക്ലൂഡ് ആവും. ഓക്കെ, ടീമിലേക്ക് അബി ടീം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കളിക്കുക. ഓവർലാപ്പിൽ നിൽക്കരുത്. അൻവറെ കമന്റ് ചെയ്ത് കളിക്കുക. സ്റ്റോപ്പറാണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എടുക്കുക. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നാണ് റിലീസ് ആക്കിയിട്ട് കളിക്കുക. ഒന്നാണ് റിലീസ് ആക്കി കളിക്കുക. വെറുതെ ടൈറ്റിക്ക് മാക്സിമം ടൈറ്റിക്ക് തന്നെ തട്ടണ്ട, റിലീസ് ആക്കി കളി. ഓക്കെ, യൂസ് ചെയ്ത്